ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ തൊഴുവാൻ പോകും. അങ്ങനെ അർച്ചന എല്ലാം കഴിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മളിത് സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റേജിൽ അരങ്ങേറ്റ ഡാൻസാണ് നടക്കുന്നത്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ചേച്ചി വീണയുമായിട്ട് നിന്ന്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് വീണ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി തന്നു. പിന്നെ അതിനുശേഷം ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ ഷുഗറും BP ചെക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ BPയും ഷുഗറും എല്ലാം നോക്കി. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. പൂജ ഫെസ്റ്റിവലാണ്. അങ്ങനെ ഇതാ മാംഗോയുടെ ഒരു ഐറ്റമാണ്. മാങ്ങ കൊണ്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കിയതാണ്. അത് പക്ഷേ അത്ര ടേസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഇതാ വളയും മാലയും ഒക്കെ ഉള്ള സെക്ഷനാണ്. പെണ്ണാണെങ്കിൽ എന്തായാലും കണ്ണുകൾ ഇതിലോട്ടൊന്ന് പോകും. മോൾ അങ്ങനെ ഇതാ വളയും പിന്നെ ഇതാ ക്ലിപ്പുകളും എല്ലാം കൂടി വാരി എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, മോളെ മാസാവസാനമാണ്, സാലറി വന്നിട്ടില്ല, അതുകൊണ്ട് ബഡ്ജറ്റ് നോക്കി വേണം, കുറച്ചെടുത്താൽ മതിയെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുരുട്ടുന്നുണ്ട്. എന്നിട്ട് അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു, വെറൈറ്റി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സാധനം മാത്രമേ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോളൂ. അടുത്തതായിട്ട് നമ്മളിത് കമ്മൽ സെക്ഷനിലാണ് വന്നത്. കമ്മൽ പിന്നെ മോളല്ല സെലക്ട് ചെയ്യണത്. ഇത്ര കമ്മൽ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചാലും കമ്മൽ കാണുമ്പോൾ എന്തോ എനിക്കറിഞ്ഞൂടാ. 2-3 കമ്മലെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഇതാ ഒരു സ്ട്രോബെറി കമ്മൽ വാങ്ങിച്ച്. പിന്നെ ഇതാ ഇവിടെ കുറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല. ഇതാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് 4 ഗ്ലാസ് 100 രൂപ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിക്കട്ടാന്ന് ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ചേട്ടന് അത് താല്പര്യമില്ല. അടുത്തായിട്ട് ഭരണിയുടെ സെക്ഷനിലാണ് വന്നത്. നല്ല ഭംഗിയുള്ള ഭരണികളാണ് ഇതെല്ലാം. പിന്നെ അതിനുശേഷം എന്താ ഈ ഒരു സാധനമാണ്, ഇത് ഇങ്ങനെ പൊരിച്ച് തിന്നുന്ന സാധനമാണ്. അത് ഞാൻ ഒരു കവർ വാങ്ങിച്ച് 100 രൂപയുള്ളായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. കൊതിയൂർ അലുവകളാണ് ഇരിക്കുന്നത്. പല ഡിഫറെൻ്റ് അലുവകളാണ്. മാതള അലുവ, പൈനാപ്പിൾ അലുവ, എനിക്ക് എന്നെ അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അലുവ ഇഷ്ടമുള്ളവർക്ക് ഏത് അലുവ വേണം, ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് അവർ സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ നമ്മൾ 1/2 കിലോ കറുത്ത അലുവയാണ് വാങ്ങിച്ചത്. ഇത് നല്ല ചൂട് കപ്പലിൻ്റെയാണ്. ഇപ്പം എന്താ ഉണ്ടാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഉണ്ടാക്കുന്നത് അവർ ലൈവായിട്ട് നമുക്ക് കാണാം. ചക്കരയെല്ലാം നല്ല പാണി കാച്ചാൻ വേണ്ടി ഇതോ ഇട്ടിട്ടുണ്ട്. അത് ഉരുക്കി എല്ലാം സെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അടുത്ത സെറ്റ് ഉണ്ടാക്കും. അപ്പം നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ ചൂട് സാധനം വാങ്ങിച്ച് ഒരു എള്ള് മുട്ടായും കൂടി വാങ്ങിച്ച്. അവൾക്ക് എള്ള് മുട്ടായി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ പറയുന്ന, അച്ഛാ അത് വാങ്ങിക്കേണ്ട, കപ്പലിൻ്റെ മുട്ടായി മാത്രം വാങ്ങിച്ചാന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, ഇത് നല്ല ഫ്രഷ് സാധനമാണ് മോളെ, അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന സാധനം ഇഞ്ചി മുട്ടായിയാണ്. ഇഞ്ചി മുട്ടായി അവരവിടെ തയ്യാറാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം നമ്മളത് നൊസ്റ്റാൾജിയ ഐറ്റംസ് ആണ്. തേൻ മുട്ടായി, പുളിമുട്ടായി, പിന്നെ കുറേ മുട്ടായികളുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, പറഞ്ഞു തരാം. മോളിതാ ഈ ഒരു സാധനം മുട്ടായിയൊക്കെ കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കുള്ള ഓർമ്മകളാണ് ശരിക്കും വരുന്നത്. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രണ്ട്സുകളായിട്ടൊക്കെ കഴിച്ച് നടന്നാണ് വരുന്നത്. പഴയ ജനറേഷനിലുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകൾ കാണും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല നെല്ലിക്ക ഉപ്പിലിട്ടതും ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാ വളക്കട ഉണ്ട്. ഇല്ലാത്ത കളറുകളൊന്നുമില്ല. നമ്മൾ ഈ ഡാൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഓരോരോ കളർ പോയി എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷേ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കളർ നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ കുറേ കളർ വാങ്ങിച്ചു. അപ്പോഴേക്കും നല്ല വിശപ്പായി. അങ്ങനെ തമ്പാനൂർ ആര്യാസ് നിവാസി കയറി നല്ല ഒരു വെജ് ഊണ്. ആദ്യം അവർ ചപ്പാത്തിയാണ് തരുന്നത്. ഒരു ചപ്പാത്തി തരും. പിന്നെ നമുക്ക് ആവശ്യം പോലെ ചോറ് കൊണ്ട് തരും. അപ്പോൾ അതിൻ്റെ കൂടെ വലിയ ഒരു പപ്പടമാണ് തരുന്നത്. പപ്പടമാണ് ഹൈലൈറ്റ്. നല്ല വെറൈറ്റി കറികളാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറികളുമാണ്. ചോറും കറികളൊന്നും ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് ആവശ്യാനുസരണം അവർ കൊണ്ടുതരും. അതുകൊണ്ട് നമുക്ക് എത്ര ചോറോ എത്ര കറികളോ കൊണ്ടുതരും. അതിനുശേഷം നമ്മളിത് അവിടെ നിന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. അപ്പം നട തുറക്കാനുള്ള സമയമായിട്ടില്ല. നമ്മളങ്ങനെ കുറേ അവിടെ കറങ്ങി നടന്നു. 4:30 നട തുറക്കും. രാത്രിയോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഡാൻസിൻ്റെ അരങ്ങേറ്റം, പിന്നെ പാട്ടിൻ്റെ അരങ്ങേറ്റം, പിന്നെ അങ്ങനെ ഒത്തിരി കലകളുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു സമയമാണിത്. നല്ല ഐശ്വര്യപൂർണ്ണമായ ഒരു സമയമാണിത്. പിന്നെ നമ്മളിതാ ഇവിടുന്ന് പൂവ് വാങ്ങിക്കാൻ വേണ്ടി പോയി. പക്ഷേ പൂവ് നല്ല വിലയായിരുന്നു. ഒരു മുഴം 120 രൂപയായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു. എന്നിട്ട് ഷെയർ ചെയ്താണ് വെച്ചത്.
മോൾക്ക് എനിക്ക് പൂവ് തരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവളുടെ നിന്ന് അടികൂടി സോപ്പിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. അങ്ങനെ അതും വെച്ച് പിന്നെ ദാ ഇവിടെ കുറേ സരസ്വതീര വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിനുശേഷം ദാ കുളത്തിലെ മീനുകളാണ് കാണാൻ പോയത്. മീനുകൾക്ക് പൊരിയെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോൾ അതിങ്ങനെ മുകളിലോട്ട് കയറി വന്നായിരുന്നു. അങ്ങനെ കുറേ പ്രാവുകളും അപ്പോൾ വന്ന് അങ്ങനെ ദാ അതെല്ലാം ഇങ്ങനെ ഈ പൊരിയൊക്കെ കഴിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്ന് അപ്പോഴത്തേക്ക് 4:30 ആവാറായി. ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് ഓടിപ്പോകാം. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നേരെ ആറ്റുവാലേക്കാണ് പോയത്. അപ്പോഴേക്കും എല്ലാവരും നല്ല ടയർഡായി. പക്ഷെ നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയുടെ ഒരു ചൈതന്യം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മളെ ക്ഷീണവും എല്ലാം തനിയെ പോകും. അങ്ങനെ പിന്നെ അർച്ചനയ്ക്ക് എല്ലാം കൊടുത്തു. അതിനുശേഷം ദേവിയെ തൊഴുതു. പിന്നെ എന്താ അവിടെയും ഡാൻസ് പ്രോഗ്രാം. ഡാൻസിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഡാൻസ് എല്ലാം കണ്ടു. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും എല്ലാവരുടെയും ഡാൻസുകളുണ്ടായിരുന്നു. ഓരോ ഡാൻസ് ടീമിൻ്റെയും ഡാൻസ് കാണുമ്പോൾ ഏതാണ് മികച്ചതെന്ന് ശരിക്കും നമുക്ക് പറയാൻ വയ്യ. പിന്നെ നമ്മൾ ദേവിയെ ഒന്നും കൂടി തൊഴുതിട്ട് അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് ഹോട്ടൽ ഭക്ഷണമായിരുന്നു. രാവിലെ പോയതാണ്, ആകെ ടയർഡായി. ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി ഉറങ്ങിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇന്ന് വിചാരിക്കാതെ പോയ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു ട്രിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.